Good morning everyone. This is our lab. This is communication, non-verbal communication. So, in the class, we had looked at non-verbal communication, body language. Okay, forms of non-verbal communication. Interpreting body language cues. And then we did paralanguage, object language, and other modes of language. Okay. So, we're going to look at the rest of non-verbal communication, that is kinesics, proxemics, chronemics. Now, kinesics, proxemics, and chronemics very important. Pala question papers, Adin Totola question papers, Pare syllabus loka questions repeated to one the tolla. So, please learn it and pay attention to it. Okay. In the effective use of body language and multicultural environment communicate okay, so let's begin. Kinesics. Kinesics എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ മൂവ്മെന്റും നമ്മുടെ കൈയ്യ് മുഖം അതിന്റെയൊക്കെ ജെസ്റ്റേഴ്സ് വെച്ചിട്ടാണ് ഒരു മെത്തേഡ് ഓഫ് knowing what exactly the person means. Okay, that is a non-verbal communication. It says something to the people. നമ്മളെ കാണുന്ന വ്യക്തികളോട് അത് നമ്മളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യത്തിനെ കുറിച്ചുള്ള നമ്മുടെ ബോധ്യം ഇതിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് വാക്കുകൾ ഇല്ലാതെ. So it is a part of non-verbal communication. Okay, now what are the different types of kinesics? One, gestures that substitute for words or phrases. Okay, what does it mean? It means stop. Action very good, thumbs up. Emblems throughout the world globally emblems. Okay, now illustrations. മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സയൻസിനെയാണ് ഇലസ്ട്രേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് യു ആർ ആസ്കിങ് മീ പെർമിഷൻ ഫോർ സംതിങ് ആൻഡ് ഐ എം സേയിങ് യെസ്, തലയും കൂടെ നോഡ് ചെയ്താണ് യെസ് തുടങ്ങി നോ എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ആ ആക്ഷൻ ആൻഡ് മൈ വേർഡ് ടുഗെദർ എംഫസൈസസ് മൈ പോയിന്റ്. ഓക്കെ, അതിനെയാണ് ഇലസ്ട്രേഷൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് എ form of kinesics. I'm using my body language to tell you something. Okay, now affective displays. Affective displays and നമ്മുടെ മുഖത്തിന്റെ ഭാവങ്ങൾ, okay, facial expressions ആണ് affective display എന്ന് പറയുന്നത്. ഇനി നമ്മൾ റിട്ടൺ ആയിട്ട് ഈ എക്സ്പ്രഷൻസ് നമുക്ക് കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതിനിപ്പോൾ നമ്മൾ ചാറ്റിലൊക്കെ നമുക്ക് ഇമോട്ടിക്കോൺസ് ഉണ്ട് ഇമോഷൻസിനെ കാണിക്കാനായിട്ട്. അങ്ങനത്തെ കുറച്ച് ഇമോട്ടിക്കോൺസ് ആണ് ഈ ഒന്ന് സാഡ്, ഹാപ്പി, ആംഗ്രി അങ്ങനെയുള്ള ഫേസുകളാണ് ഇമോട്ടിക്കോൺസ് അല്ലെങ്കിൽ എന്താ പറയുക ഈ ഫേസ് എക്സ്പ്രഷൻസ് ആണ് ഈ എക്സാമ്പിൾസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ വി ഹാവ് റെഗുലേറ്റേഴ്സ്. റെഗുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംസാരത്തിന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്നതിനാണ് റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഒന്ന് പോസ് ചെയ്യുക, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സ്ലോ ആയിട്ട് പറയാ, ചില കാര്യങ്ങൾ ഇത്തിരി സ്പീഡ് കൂട്ടി പറയാ, സൗണ്ട് കൂട്ടുക കുറയ്ക്കുക, ഇതിനൊക്കെയാണ് റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വി ഹാവ് അഡാപ്റ്റേഴ്സ്. അഡാപ്റ്റേഴ്സ് അൺഇൻറ്റൻഷനലി സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിലുള്ള നമ്മുടെ ഫീലിങ്സ് അല്ലെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ്സിനനുസരിച്ച് നമ്മുടെ വെളിയിൽ ബോഡി റെസ്പോണ്ട് ചെയ്യുന്ന സർട്ടൻ രീതികളാണ് അഡാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഈ അഡാപ്റ്റേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ആൾക്കാർക്ക് നമ്മുടെ ഇന്നർ ഫീലിംഗ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും. എക്സാമ്പിൾസ് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടാപ്പിംഗ് ദ ഫിംഗേഴ്സ്. അപ്പൊ നമ്മൾ ഒരു ചെയറിലോ ടേബിളിലോ ഇരുന്നിട്ട് അത് ഇങ്ങനെ നമ്മുടെ കൈ നമ്മളിങ്ങനെ കാണിക്കുവാണെങ്കിൽ ഇറ്റ് ഷോസ് ദാറ്റ് വി ആർ ഇംപേഷ്യന്റ്. ഒന്ന് തീർക്ക് വേഗം എന്നുള്ളത് ആണ് നമ്മൾ കാണിക്കുന്നത്. നഖം കടിക്കുന്നത് ഇറ്റ് ഷോസ് നെർവസ്നെസ് എന്ന് വെച്ചാൽ വി ആർ നോട്ട് വെരി കോൺഫിഡൻറ്റ്. ലീനിങ് അവേ എന്ന് വെച്ചാൽ നമ്മൾ ചാരി അങ്ങ് ഇരിക്കുവാണ് when somebody is talking, it shows disinterest. ഓക്കെ, അതുകൊണ്ടാണ് ഈ നമ്മുടെ ബോഡി ലാംഗ്വേജ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. We may be disinterested but other people need not know about it.
Okay, so ഇങ്ങനെ 5 തരം കൈനസിക്സ്, ടൈപ്സ് ഓഫ് കൈനസിക്സ് ഉണ്ട്. അത് വെച്ചിട്ടാണ്, ഇത് തന്നെ ഒരു ലാർജ് ഏരിയ ആണ്, ഈ കൈനസിക്സ് വെച്ചിട്ട് നമുക്ക് ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റഡി ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ദ നെക്സ്റ്റ് ഇസ് പ്രോക്സെമിക്സ്. പ്രോക്സെമിക്സ് എന്ന് പറയുന്നത്, പ്രോക്സിറ്റി എന്ന് പറഞ്ഞാൽ ക്ലോസ്നെസ് ആണ്, ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. സോ ദ സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ യൂസ് സ്പേസ്. ഓക്കെ, ഡിഫറെന്റ് പീപ്പിൾ ഹാവ് ഗോട്ട് ഡിഫറെന്റ് നീഡ്സ് ഓഫ് സ്പേസ്. നേരത്തെ ബോഡി ലാംഗ്വേജ് പറഞ്ഞപ്പം ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള പേഴ്സണൽ സ്പേസ് ഡിസ്റ്റൻസ് എത്രയാണ് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ ഒരു സ്റ്റഡിയാണ് പ്രോക്സെമിക്സ് എന്ന് പറയുന്നത്. പ്രോക്സെമിക്സ് സ്റ്റഡി ചെയ്ത് ദ വേ പീപ്പിൾ സ്റ്റാൻഡ് in a group or in pairs, we can understand what is the kind of relationship between them. Okay, ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ടീച്ചർ ഓർ ബോസ് ഇൻ എ ഗ്രൂപ്പ്. സപ്പോസിങ് there is a teacher or a boss in a group. അന്നേരം എന്താ, what is it normally that we tend to do? Okay, we tend to all face this one particular person who is the authoritative figure, and mostly people keep away from the boss or the teacher in the group. Okay, അതിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ബന്ധം എന്ന് പറയുന്ന പ്യുവർ റിലേഷൻഷിപ്പ് അല്ല, ഒരു there is a hierarchy in the relationship എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഓക്കെ, എന്നാൽ ഫ്രണ്ട്സ് മാത്രം നിന്നാണ് സംസാരിക്കുന്നതെങ്കിൽ they will be standing closer to each other, whereas strangers will be standing farther away from each other. Okay, so ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ what is the relationship between the two. Okay, now what is acceptable distance? അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്. 46 centimeters എന്നുള്ളത് പറഞ്ഞത് 18 inches. Intimate space എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 18 inchesന്റെ ഉള്ളിൽ ഉള്ളതാണ് intimate space, that we are only comfortable with നമ്മുടെ ക്ലോസ് റിലേഷൻസ് അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സുമായിട്ട് മാത്രമാണ് നമ്മൾ ആ സ്പേസ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് ഈ 4 inches to 18 inches ആണ് ഈ പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സോഷ്യൽ സ്പേസ് എന്ന് പറയുന്നത് is larger than that. ഇഞ്ചസിലല്ല, പിന്നെ ഫീറ്റിൽ വരും. ഓക്കെ, 4 feet to 12 feet, അതാണ് സോഷ്യൽ ഗ്യാതറിംഗ്. അത്രയും ഒരു ഡിസ്റ്റൻസ് ഇടവിട്ടിട്ടായിരിക്കും നമ്മളൊരു സോഷ്യൽ ഗ്യാതറിംഗിൽ നിൽക്കുന്നത്. അല്ലാതെ ഭയങ്കര അടുത്ത് ചേർന്ന് ആർക്കും നിൽക്കാനായിട്ട് താല്പര്യമല്ല. പബ്ലിക് സ്പേസ് ആണ്, നമുക്ക് തീരെ അറിയത്തില്ലാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ we will be standing away from 12 feet also. എന്ന് വെച്ചാൽ we want distance, നമുക്ക് അറിയത്തില്ല ആൾക്കാരിൽ നിന്ന് നമുക്ക് ഡിസ്റ്റൻസ് വേണം. So if we are addressing an audience, ഇച്ചിരി ദൂരെ മാറി നിന്ന്, we don't know them, ദൂരെ മാറി നിന്ന് സംസാരിക്കാനാണ് എപ്പോഴും നമുക്ക് comfortable. Okay, so these are the acceptable distances. Intimate space is from touching distance to 8 inches. Personal space is 8 inches to 4 feet. Social space is 4 feet to 12 feet, and public space is 12 feet or more. Okay, now we come to chronemics. Chronemics എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, chronology എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമയം അനുസരിച്ച് ക്രമീകരിക്കുന്നതിനാണ് chronology എന്ന് പറയുന്നത്. So chronemics is the study of time in the role of time in non-verbal communication. Okay, അപ്പം നമ്മൾ ലേറ്റ് ആകുന്നത്, പങ്ക്ച്വൽ ആയിരിക്കുന്നത് അല്ലെങ്കിൽ ഏർലി വരുന്നത്, ഇതൊക്കെ സ്പീക്സ് a lot about what that particular person is, the way he or she values time. Okay, manner in time is perceived, utilized and valued. Okay, സമയത്തിനെ വാല്യൂ ചെയ്യുന്ന ആൾക്കാരെ എല്ലാവർക്കും താല്പര്യമാണ്. ഓക്കെ, ആ സമയത്തിന് നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ടെൽസ് എ ലോട്ട് അബൌട്ട് അവർ ക്യാരക്ടർ. സംസാരിക്കാതെ, without words, we are telling them something about our character. Now this is different in different areas. ഞാൻ പറഞ്ഞു നമ്മുടെ ഈസ്റ്റേൺ കൾച്ചർ, ഏഷ്യൻ or ലാറ്റിൻ അമേരിക്കൻ കൾച്ചേഴ്സിൽ they are not that very rigid about time. 10 മണി ഞാൻ പറയുമ്പോൾ I mean around 10. Okay, it can be little early, it can be little late. Okay, അത് വലിയൊരു പ്രശ്നമായിട്ട് ആരും കൂട്ടാറുമില്ല. എന്നാൽ നമ്മുടെ വെസ്റ്റേൺ കൾച്ചേഴ്സിൽ അങ്ങനെയല്ല. ടൈം is very important. 10 എന്ന് പറഞ്ഞാൽ 10 ആണ് അവർ ഉദ്ദേശിക്കുന്നത്. So they are not in the habit of being made to wait. Okay, now western culture time ഭയങ്കരമായിട്ടും ലൈക്ക് അഡിയർ ചെയ്യുന്നതിനാണ് മോണോക്രോണിക് എന്ന് പറയുന്നത്. വെറസ് അത്ര ലൈക്ക് 10 എന്ന് പറഞ്ഞാൽ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാലും കുഴപ്പമില്ല എന്നുള്ള ടൈം വാല്യൂ ഈസ് കോൾഡ് പോളിക്രോണിക്. രണ്ടിനും ഇറ്റ്സ്
good side and bad side under. Okay, now monochronic, tasks are completed sequentially and time is perceived as precise small segments. Okay, അപ്പോൾ അവിടെ monochronic ആയിട്ടുള്ള ഒരു പേഴ്സൺ ചെയ്യുന്ന ജോലികൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്തിനുള്ളിൽ തന്നെ ചെയ്ത് തീർക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ. Okay, now and സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൃത്യമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദേ ആർ വെരി കോൺഷ്യസ് ഓഫ് ടൈം. ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ടൈമിനും ഷെഡ്യൂളിനും അപ്പോയിന്റ്മെന്റ്സിനും ഒക്കെ കൊടുക്കുന്നത്. Okay, whereas in a polychronic person, a person who looks at time as a polychronic entity, it is more fluid. Okay, ഇച്ചിരി കൂടെ ലീനിയൻസി ഉണ്ട്. ഇച്ചിരി ലേറ്റ് ആയെന്ന് വെച്ചോ ഇച്ചിരി നേരത്തെ ആണ് ഒരു സ്ഥലത്ത് എത്തിയെന്ന് വെച്ചൊന്നും ആരും വലിയ പ്രശ്നം പറയുന്നില്ല. നോട്ട് very precise. Okay, here these kind of people give more importance to relationships than schedules or appointments. Adoru plus aanu polychronic. Okay, whereas in Western cultures it is viewed as an insult if you do not get there on time. Okay, they are able to engage in many tasks simultaneously. കാരണം step by step ചെയ്യണമെന്ന് അവരെ നിർബന്ധം പിടിക്കുന്നില്ല. എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്ത് get everything done എന്നുള്ളത് മാത്രമാണ് അവര് ഉദ്ദേശിക്കുന്നത്. Okay, so these are two kinds of people, polychronic and monochronic. Okay, now eastern side nammalokka mostly polychronic aanu, but polychronic has got a 4-point scale. Okay, we can be 1 on polychronic or 4 on polychronic. So this scale is given by Kaufman, Scarborough and Lindquist. Okay, so polychronic in the attitude index aanu kanikkunnathu. It is a 1 point. They do not like to juggle several activities at the same time. More monochronic than polychronic aanu if they do not like to juggle many activities at the same time. ഓരോന്ന് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. Okay, 2 ആണ് സ്കെയിലിലെങ്കിൽ they try not, people should not try to do many things at once എന്ന് ചിന്തിക്കുന്നവരാണ്. ഒത്തിരി കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. എന്നാലും they are not as bad as 1. 3 ആണെങ്കിൽ ഡെസ്കിൽ ഇരിക്കുമ്പോൾ when I sit at my desk I work at one project at a time. ഒരു project at a time നാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. 4 I am comfortable doing several things at the same time. So 3 and 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when they are working they might be monochronic but all other times they are polychronic. 4 purely polychronic ആണ്. And you can do a lot of things at the same time. Okay, so 1 to 4 സ്കെയിലിൽ ഈ ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് polychronic preference-നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. Okay, now what are the effects on non-verbal communication? Punctuality. Okay, non-verbal communication gives an idea to other people about punctuality. എത്രത്തോളം ഞാൻ മറ്റുള്ളവരുടെ സമയത്തെ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നതാണ് punctuality. 2, patience. Okay, so നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ ഇന്ററാക്ഷൻസ്, നമ്മുടെ ജെസ്റ്റേഴ്സ് ഇതിൽ നിന്നുമൊക്കെ ക്ലിയർ ആണ് പേഷ്യൻസ് എന്താണെന്ന്. ഓക്കെ, നമ്മുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ എഫക്റ്റ് ആണ് പറയുന്നത്. If our body language is good, our gestures and our actions and all that are good, it shows punctuality, patience, interactions, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം, caring for others, ഇതൊക്കെ കാണിക്കും. All these are effects on non-verbal communication. Okay, now the next topic is, ഇപ്പൊ നമ്മൾ ആദ്യത്തെ ആ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. Okay, we have completed Chronemics, Proxemics, and I forgot the first topic. Chronemics, Proxemics, Kinesics. Okay, so first section കഴിഞ്ഞു. Now we are going to look at how to use body language effectively. Okay, ഇത് പ്രാക്ടീസിലൂടെ വരുന്നതാണ്. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. But as we use our body language to show these attitudes, we will be able to use it better. Okay, now what do we need to do to at least to make others feel that we are looking confident and that we feel confident? Okay, confidence ഉണ്ട് എന്ന് മറ്റുള്ളവരെ കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒന്ന്, നേരെ ഇരിക്കുക, കസേരയിൽ ഷോൾഡർ ബാക്ക് ആയിട്ട്
ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നേരെ നമ്മൾ ഇരിക്കുക. ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണി നോക്കി സംസാരിക്കുക. മേക്ക് ഐ കോണ്ടാക്ട്. കണ്ണിൽ നോക്കാതെ അവിടെ ഇവിടെയൊക്കെ നോക്കി സംസാരിക്കുന്നത് ഒരു കള്ള ലക്ഷണമാണ്. നമുക്ക് തന്നെ അറിയാമല്ലോ. അങ്ങനെ നമ്മളോട് പലരും ലൈക്ക് ഈവൻ വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കണ്ണി നോക്കി മുഖത്ത് നോക്കി സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. കണ്ണി നോക്കി എന്നല്ല, മുഖത്ത് നോക്കി സംസാരിക്കണം എന്ന് പറയും. ഓക്കെ, സോ മേക്ക് ഐ കോണ്ടാക്ട്. ഡോണ്ട് സിറ്റ് ഓൺ ദി എഡ്ജ് ഓഫ് യുവർ സീറ്റ്. ഓക്കെ, കസേരയുടെ അറ്റത്ത് പോയി ഇരിക്കാന്ന് വെച്ചാൽ നമ്മൾ നെർവസ് ആണ്, നമ്മൾ അത്ര ആങ്ഷ്യസ് ആണ് എന്നാണ് കാണിക്കുന്നത്. സോ സിറ്റ് പ്രോപ്പർലി ഓൺ ഇൻ യുവർ ചെയർ. കയറി തന്നെ ഇരിക്കുക. നിൽക്കുവാണെന്നുണ്ടെങ്കിൽ കീപ് യുവർ ആംസ് ആൻഡ് ലെഗ്സ് ഓപ്പൺ ആൻഡ് അറ്റ് എ കംഫർട്ടബിൾ ഡിസ്റ്റൻസ്. ഓക്കെ, അവരെ ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയിലും നിൽക്കണ്ട, കംഫർട്ടബിൾ ആണ്, കോൺഫിഡന്റ് ആണ് എന്ന് കാണിക്കത്തക്കണം. ക്രോസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും എന്താ പറയുക അവരുമായിട്ട് സംസാരിക്കാനായിട്ട് നമുക്ക് ട്രസ്റ്റ് ഇല്ല എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇഫ് യുള്ള നമ്മുടെയൊക്കെ കൾച്ചറിൽ അങ്ങനെ നമ്മൾ ഹാൻഡ് ഷേക്ക് കുറവാണ്, ആണുങ്ങൾ തമ്മിൽ അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളൂ. പക്ഷേ once you go to a global community, mostly everybody greet each other with handshake. Of course, ഈ കൊറോണ പീരീഡിലല്ല, അതിനു മുമ്പ്. Okay, so handshake, if when you're giving a handshake, give a firm handshake. Okay, that also shows confidence. എന്ന് കൈ ഒടിക്കാനല്ല കേട്ടോ, ഫേം ആയിരിക്കണം, ഗ്രിപ്പ് ഫേം ആയിരിക്കണം എന്നാണ് പറഞ്ഞത്, അല്ലാതെ ഹാർഡ് ആയിരിക്കണം എന്നല്ല. Okay, now that first point was about being confident. Now the next is collaboration. To get collaboration. Collaboration എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് കൂടി മറ്റുള്ളവർ സഹകരിക്കേണ്ടത് വേണ്ടി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്തായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ് ദ സ്പീക്കർ, നമ്മൾ കൊലാബറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ് എന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് സ്പീക്കറിന് മനസ്സിലാവണം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫേസ് നോക്കി ഇരിക്കണം. ആരാണോ സംസാരിക്കുന്നത് അവരുടെ മുഖം നോക്കിയിരിക്കണം. അവരുടെ മേക്ക് ഐ കോണ്ടാക്ട് വിത്ത് ദം, ലീൻ സ്ലൈറ്റ്ലി ഫോർവേഡ്. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഫോർവേഡ് ആയിട്ട് ചരിഞ്ഞിരിക്കുമ്പോൾ ഇറ്റ് ഷോസ് ദാറ്റ് വി ആർ ഇൻട്രസ്റ്റഡ്. ഓക്കെ, സോ അവർ പറയുന്ന കാര്യത്തിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കാണിക്കാം. ഇടയ്ക്ക് നമുക്ക് തല കുലുക്കാം, സോ ദാറ്റ് വി ആർ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ദി ആർ സേയിങ്. ഓക്കെ, അങ്ങനെ നമ്മൾ എൻഗേജ്മെന്റ് കാണിച്ചാൽ മതി, ദാറ്റ് വി ആർ എൻഗേജ്ഡ് വിത്ത് ദിയർ കോൺവെർസേഷൻ. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണിച്ചാൽ മതി. കൈയും കാലും കെട്ടിയിരിക്കരുത്. നേരത്തെ ബോഡി ലാംഗ്വേജ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, നമ്മൾ അൺറിസെപ്റ്റീവ് ആണ്, നമുക്ക് കേൾക്കാൻ താല്പര്യം ഇല്ല എന്ന് കാണിക്കുന്നതാണ് കൈയും കാലും കെട്ടിയിരിക്കുന്നതിന്റെ അർത്ഥം. സോ അൺക്രോസ് യുവർ ആംസ് ഓർ ലെഗ്സ്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പകുതി നമ്മുടെ മനസ്സ് ഫ്രീ ആവും ടു ലിസൺ. ഓക്കെ, സോ അവർ ബോഡി ആൻഡ് അവർ മൈൻഡ് plays all these kind of things together. Okay, use open palm gestures. കൈ ഇങ്ങനെ കാണിക്കുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷോസ് ദാറ്റ് യു ആർ റിസെപ്റ്റീവ്. ഓക്കെ, നമ്മൾ കേൾക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഈ പാം കാണിക്കുമ്പോൾ നമ്മൾ അതുകൊണ്ട് പറയുന്നത്. സിൻസിയർ ആണ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അവോയ്ഡ് ഡൂയിങ്, ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കൽ, മറ്റുള്ള കാര്യത്തിൽ ഒന്നും ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കരുത്. ഇറ്റ് ഷോസ് ഡിസ്റെസ്പെക്ട്, ഒന്നാമത്തെ കാര്യം. ഓക്കെ, ആൻഡ് ഇഫ് അങ്ങനെ കാണുന്ന ബേസിസ് ആണ് ജെന്യുവൻ ആയിട്ടുള്ള ഒരു സ്മൈൽ ആയിരിക്കണം. ഇഫ് ഇറ്റ് ഇസ് എൻ ഒക്കേഷൻ ഫോർ എ സ്മൈൽ, ദെൻ ജെന്യുവൻ ആയിട്ടുള്ള ഒരു സ്മൈൽ ആയിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്. ആൻഡ് ഇഫ് ദർ ആർ ബാരിയേഴ്സ്, ഓക്കെ, നമ്മുടെ മനസ്സിൽ എന്തേലും അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ എന്തേലും ആ പറയുന്ന ആൾ ശ്രദ്ധിക്കാനായിട്ട് തടയുന്ന എന്തേലും ബാരിയേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളത് മനഃപൂർവ്വം റിമൂവ് ചെയ്യുക. ഓക്കെ, ദിസ് ഇസ് നേരത്തെ പറഞ്ഞു നോയ്സിന്റെ കേസസിൽ, ബാരിയേഴ്സിന്റെ കേസസിൽ പറഞ്ഞു, ഫിസിക്കൽ ആയിട്ടും കൾച്ചറൽ ആയിട്ട് ജെൻഡർ വൈസ് അങ്ങനെ പല ടൈപ്പ് ബാരിയേഴ്സ് ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും ബാരിയേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യും. ഓക്കെ, അടുത്തത് തിങ്ക് ഓൺ യുവർ ഫീറ്റ്. ഓക്കെ, യുവർ യൂസ് ജെസ്റ്റേഴ്സ് ടു കണക്ട് വിത്ത് സ്പീച്ച്. ദാറ്റ് ഇസ് ഓട്ടോമാറ്റിക്കലി നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കും, അവരുടെ മുഖവും അവരുടെ മുഖഭാവവും അവരുടെ റെസ്പോൺസ്, ബോഡി ലാംഗ്വേജും റെസ്പോൺസും കണ്ടിട്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മളുടെ കോൺവെർസേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഡെലിവറി നമ്മൾ ചേഞ്ച് ചെയ്യും. ഓക്കെ, ഈ ഓൺലൈൻ ക്ലാസ്സുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഓൺലൈൻ ആയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളുടെ ആരുടെ മുഖം കാണാനായിട്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല. മുഖം കാണാൻ പറ്റത്തില്ലാത്ത, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് കാണാൻ പറ്റുന്നില്ലാത്തപ്പോൾ തന്നെ വി ഡു നോട്ട് നോ ആസ് ടീച്ചേഴ്സ് വെദർ യു ഹാവ് ആക്ച്വലി അണ്ടർസ്റ്റുഡ് എനിത്തിങ്. ശ്രദ്ധിക്കുന്നുണ്ടോ, മനസ്സിലാകുന്നുണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. എത്ര ചെറിയ ക്വിസുകൾ തന്നാലും എത്ര ടെസ്റ്റ് നടത്തിയാലും ഇതൊന്നും എന്താ പറയാ എഫക്റ്റീവ്ലി ഓൺലൈനിൽ ചെയ്യാനായിട്ടുള്ള ഒരു ടെക്നോളജി ഇപ്പൊ നമുക്കില്ല. ഓക്കെ, കാരണം നമ്മുടെ വൈഫൈയുടെ ബാൻഡ് വിത്ത് അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ ബാൻഡ് വിത്ത് റെസ്ട്രിക്റ്റഡ് ആണ്, ലിമിറ്റഡ് ആണ്. ഓക്കെ, സോ ഇഫ് യു ആർ ഏബിൾ ടു സീ അവർ ഓഡിയൻസ്,
then the easiest way is to change your delivery based on what you're getting as feedback from their body language. Okay, to emphasize the things that we do. Okay, നമ്മൾ എപ്പോഴും മോണോട്ടോണസ് ആയിട്ട് പ്രസന്റേഷൻ എസ്പെഷ്യലി എടുക്കുമ്പോൾ പിള്ളേർക്ക് പറ്റുന്ന ഒരു കാര്യമാണ്, എല്ലാ വർഷങ്ങളും കഴിഞ്ഞ 4 വർഷങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, അനങ്ങാതെ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ സ്റ്റാച്ചു പോലെ നിന്ന് വാ മാത്രം അനങ്ങുന്നുണ്ടാവും. First of all, that's boring. And second thing is, it shows so clearly that you are nervous. Okay, നമ്മൾ സംസാരിക്കുമ്പോൾ അതിനാണ് പ്ലാറ്റ്ഫോം സ്കിൽസ്. നമ്മൾ ആ സ്റ്റേജ് യൂസ് ചെയ്ത് നമ്മുടെ ബോഡി ലാംഗ്വേജും ഒക്കെ എംഫസൈസ്, ആ നമ്മൾ പറയുന്ന കാര്യത്തിനെ എംഫസൈസ് ചെയ്യാനും ഒന്നുകൂടെ വില കൊടുക്കാനും നമ്മൾ എല്ലാ എയ്ഡുകളും യൂസ് ചെയ്യണം. സോ ഹാൻഡ് മൂവ്മെന്റ്സ്, ജെസ്റ്റേഴ്സ്, നമ്മൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് നമ്മളുടെ വോയിസിന്റെ എന്താ മോഡുലേഷൻ, ടോണും പിച്ചും ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ക്രെഡിബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓൾസോ when we use gestures, it clears our thoughts. നമ്മൾ തന്നെ നമ്മൾ ആ പറയുന്ന കാര്യത്തിൽ more involved ആയിരിക്കും if we use gestures and facial expressions. But okay, especially നമ്മുടെ ഈസ്റ്റേൺ കൾച്ചറിൽ കൈയും കാലും ഒക്കെ എടുത്ത് ആക്ഷൻസ് കാണിക്കുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇച്ചിരി ടു മച്ച് കാണിക്കും. ഓക്കെ, ഇഫ് യു ആർ ഇൻ എ ഗ്ലോബൽ എൻവയോൺമെന്റ് എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡോണ്ട് യൂസ് ടു മെനി ജെസ്റ്റേഴ്സ്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളിടത്ത് മാത്രം ജെസ്റ്റേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ, അടുത്തത് ബോഡി ലാംഗ്വേജ് ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ. ഓക്കെ, മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ. ഞാൻ ഈ യെലോയിൽ എഴുതിയിരിക്കുന്നതൊക്കെയാണ് പോയിന്റ്. ഒന്ന്, മുഖത്തൊരു ജെന്യുവൻ സ്മൈൽ ഉണ്ടാക്കുക. ഓക്കെ, നമ്മൾ ഒരാളിനെ കാണുമ്പോൾ നമ്മൾ ഇപ്പൊ മാസ്ക് വെച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ട് സ്മൈൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അറിയത്തില്ല. പക്ഷെ when you see a person, if you have a genuine smile, അപ്പൊ തന്നെ ആ ആളിന് നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ് ചൂട് ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്. സോ ഹാവ് എ ജെന്യുവൻ സ്മൈൽ, ഷോ റിയൽ ഇൻട്രസ്റ്റ്. ഓക്കെ, ഇഫ് യു ഹാവ് എ ബിഗ് സ്മൈൽ, അതെന്തോ നമുക്കറിയാവുന്ന ഒരു വ്യക്തിയാണ്, ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് കൊടുക്കുന്നത്, ആ ആളുടെ നമ്മളെ താല്പര്യമാണ് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സോ നമ്മൾ അത് ചെയ്യുമ്പോഴും അത് തന്നെയാണ് മറ്റുള്ളവർക്കും മനസ്സിലാകുന്നത്. സോ ഇറ്റ് അപ്പിയേഴ്സ് വോം, ഓക്കെ, അക്സെപ്റ്റിംഗ്, ട്രസ്റ്റ്വർതി, അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ലുക്കാണ് മുഖത്തൊരു ചിരി എന്ന് പറയുന്നത്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം നമ്മൾ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലുള്ള ആൾ നമ്മളോട് സംസാരിക്കുന്ന വ്യക്തിയുടെ മൂവ്മെന്റ്സിനെ നമ്മൾ അറിയാതെ മിറർ ചെയ്യും. ഓക്കെ, ഓട്ടോമാറ്റിക് സബ് കോൺഷ്യസ്ലി നമ്മളത് മിറർ ചെയ്യും. ഈ സബ് കോൺഷ്യസ്ലി നമ്മൾ മിറർ ചെയ്യുമ്പോൾ അത് എന്തോ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി അഗ്രി വിത്ത് ദം എന്നാണ് അത് കാണിക്കുന്നത്. So when we match other people's movements or mirror their postures, it's actually our mind is subconsciously saying through our body that നമ്മൾ ആ പറയുന്ന കാര്യം അക്സെപ്റ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ അതിന് മനസ്സിലാക്കുന്നത്. ഓക്കെ, നൗ യുവർ വോയിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി വെൻ യു ആർ ടേക്കിംഗ് എ പ്രസന്റേഷൻ ഓർ എ സെമിനാർ ഓർ ഗിവിംഗ് എനി കൈൻഡ് ഓഫ് സ്പീച്ച് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. യുവർ വോയിസ് ഷുഡ് ഹാവ് എ ഗുഡ് വോള്യൂം. ഓക്കെ, ഒത്തിരി ലോയും ആയിരിക്കരുത്. ഒത്തിരി ലോ ആണെങ്കിൽ നമുക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാന്ന് കാണിക്കുന്നു. ഭയങ്കര ലൗഡ് ആണെന്നുണ്ടെങ്കിൽ ടു മച്ച് അതോറിറ്റി, ഡോമിനൻസ് ആണ് കാണിക്കുന്നത്. സോ ആ വോള്യൂം ഓഫ് ദ വോയിസ് ഷുഡ് ബി ഓഡിബിൾ, ക്ലിയർ ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് ഇനഫ് അതോറിറ്റേറ്റീവ് ഓർ അസേർട്ടീവ്നെസ് ഇൻ ഇറ്റ്. ഓക്കെ, നമ്മൾ എന്ത് കാര്യം പറയുന്നു അത് മറ്റേ ആൾക്ക് മനസ്സിലാകുന്ന രീതിയിലും അവരെ എന്താ പറയാ ഇന്റിമിഡേറ്റ് ചെയ്യാതെ, അവരെ താഴ്ത്തി കാണിക്കാതെ അവരെ അടിച്ചമർത്തുന്ന രീതിയിലും ഒന്നും ആയിരിക്കരുത് നമ്മുടെ സൗണ്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് തന്നെ അറിയാം ഏത് രീതിയിലാണ് നമ്മുടെ വോയിസ് നമ്മൾ മോഡുലേറ്റ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഇനി നമ്മൾ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ചായിരുന്നു ബോഡി ലാംഗ്വേജിന്റെ, ഇഫ് അവർ ലെഗ്, നമ്മുടെ ഫീറ്റിലെ കാലിന്റെ ഈ പാദം അത് is pointing towards them, it shows interest. But if it is pointing away from them, it shows that we just want to run away. Okay, we are not interested എന്നുള്ളതാണ് it is showing. Okay, at the same time ലെഗിന്റെ ഡിസ്റ്റൻസ് എപ്പോഴും, രണ്ട് കാലിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഭയങ്കര വൈഡ് ആണ്. കൈയൊക്കെ ഇങ്ങനെ ഹാൻഡ്, അതും ഞാൻ നേരത്തെ കാണിച്ചിരുന്നതാണ് ഡയഗ്രാമിൽ. ഓക്കെ, ഇറ്റ് ഷോസ് ഡോമിനൻസ്, അവരെ അടിച്ചമർത്തുന്ന, അവരുടെ മുകളിൽ ഒരു അധികാരം കാണിക്കുന്നതാണ് അവിടെ കാണിക്കുന്നത്. സോ ബോഡി ലാംഗ്വേജ് പല കാര്യങ്ങളും അൺകോൺഷ്യസ്ലി പറയും ടു അതർ പീപ്പിൾ. ഓക്കെ, now interpreting body language, ഇതിൻ്റെ അകത്ത് ഇപ്പം
ടെക്സ്റ്റ് ബുക്കിലുള്ള കുറെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത്. ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനും പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും വന്നിട്ടുണ്ട്. ടു ഇന്റർപ്രറ്റ്, ഇങ്ങനെയാണ് ബോഡി ലാംഗ്വേജ് എങ്കിൽ അതെന്താണ് അർത്ഥം എന്ന് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ. ഓക്കെ, സോ വി ജസ്റ്റ് ഗോയിങ് ടു ലുക്ക് അറ്റ് ഫ്യൂ. ഒന്ന്, സ്ട്രെയിറ്റ് ബാക്ക്, ഇറക്റ്റ് സ്പൈൻ എന്ന് വെച്ചാൽ നമ്മുടെ നട്ടെല്ല് നേരെ ആണ് ഇരിക്കുന്നത്. when we are standing or sitting, it shows confidence. ഓക്കെ, അപ്പം നേരെ നിൽക്കുക അല്ലെങ്കിൽ നേരെ ഇരിക്കുക എന്നുള്ളത് ഷോസ് കോൺഫിഡൻസ്. ആംസ് ക്രോസ്ഡ്, ഇങ്ങനെ ഞാൻ കൈ കെട്ടിയാണ് ഇരിക്കുന്നെങ്കിൽ ഇറ്റ് ഷോസ് ഡിഫെൻസിവ്നെസ്. ഡിഫെൻസിവ്നെസ് എന്തുവാ? പ്രൊട്ടക്ടിങ് മൈസെൽഫ് ആണ് കാണിക്കുന്നത്. അപ്പൊ ഐ എം ഓൺ ദ ഡിഫെൻസ്, വി ഡു നോട്ട് എഗ്രി വിത്ത് ദാറ്റ് പേഴ്സൺ. ഓക്കെ എന്നുള്ളതാണ് കാണിക്കുന്നത്. ഷിഫ്റ്റി ഐസ് എന്ന് വെച്ചാൽ നേരെ നോക്കുന്നില്ല, കണ്ണിലേക്ക് നോക്കുന്നില്ല. അങ്ങനത്തെ ഉള്ള ഒരു വ്യക്തി എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? അതിന് എന്തോ കുർത്തക്കേടാണ്, സംതിങ് ഹൈഡിങ് സംതിങ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, കൺസിസ്റ്റന്റ് ഐ കോണ്ടാക്ട്, എപ്പോഴും സംസാരിക്കും നമ്മുടെ മുഖത്ത് നോക്കിയാണ് സംസാരിക്കുന്നതെങ്കിൽ, ഓർ നമ്മൾ ആ സംസാരിക്കുന്നെങ്കിൽ അവർ നമ്മുടെ മുഖത്ത് നോക്കിയിരിക്കുകയാണെങ്കിൽ ഇറ്റ് ഷോസ് ആ പറയുന്ന കാര്യത്തിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, ലുക്ക് അപ്പ്, ഓക്കെ, ഇങ്ങനെ നോക്കുകയാണ്. ഇറ്റ് ഷോസ് ദാറ്റ് വി ആർ ട്രൈങ് ടു റിമെമ്പർ സംതിങ്. ഓക്കെ, ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷോസ് വി ആർ ട്രൈങ് ടു റിമെമ്പർ സംതിങ്. ലുക്ക് ഡൗൺ, അപ്പൊ എന്തോ തെറ്റ് ചെയ്തു എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട്. ഇറ്റ് ഷോസ് ഗിൽറ്റി ഫീലിംഗ്. ഓക്കെ, ഓർ ഷൈനസ് ഓർ ട്രൈങ് ടു ലൈ, എന്തോ കള്ളത്തരം കാണിക്കുന്നു. അപ്പൊ ഇതിൽ ഏതാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ബട്ട് ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ഇസ്. ദേ ഹാവ് സംതിങ് ടു ഹൈഡ്. കണ്ണ് കാണിക്കുന്നില്ലല്ലോ നമ്മള്. സോ ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ഇസ്. ഫറോഡ് ഐബ്രോ ആൻഡ് ടൈറ്റ് ലിപ്സ്, ഇങ്ങനെ കാണിക്കുന്നതെങ്കിൽ ഇറ്റ് ഷോസ് ഡിസപ്രൂവൽ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ലുക്കിംഗ് എൽസ്വെയർ, വേറെ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അവിടെ എന്തോ സംഭവം നടന്നുകൊണ്ടിരിക്കുക, നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നോക്കുക, സമയം കുറെ പ്രാവശ്യം നോക്കുന്നു. ദാറ്റ് ഷോസ് ഡിസ്ട്രാക്ഷൻ ഓർ ബോർഡം. ബോറടിച്ചു എന്നുള്ളതാണ്, എനിക്ക് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, സ്ലൗച്ചിങ് ഓർ യോണിങ്. സ്ലൗച്ചിങ് മീൻസ് നേരെ ഇരിക്കാതെ ഇങ്ങനെ ചാരി അങ്ങ് കിടക്കുന്നതിനാണ് സ്ലൗച്ചിങ് എന്ന് പറയുന്നത്. ആൻഡ് വായിക്കോട്ട വിടുന്നു, അതൊക്കെ എന്താ കാണിക്കുന്നത്? ടയേർഡ്നെസ്. ഓക്കെ, കട്ടപ്പായി, ടയേർഡായി എന്നുള്ളതാണ് കാണിക്കുന്നത്. ഷോയിങ് ഓപ്പൺ പാംസ്, നേരത്തെ കാണിച്ചായിരുന്നു. ഓപ്പൺനെസ് ആണ് കാണിക്കുന്നത്, റിസെപ്റ്റീവ്നെസ്. നമ്മൾ അവരെ അംഗീകരിക്കാനായിട്ട് തയ്യാറാണ്, അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് ഓപ്പൺ പാംസ്. ഓക്കെ, ലീനിങ് ഫോർവേഡ് സ്ലൈറ്റ്ലി, അത് ഞാൻ പറഞ്ഞു. ഇറ്റ് ഷോസ് ഈഗർനെസ് ആൻഡ് ഇൻട്രസ്റ്റ്, അറ്റൻറ്റീവ് ആണ് എന്നുള്ളത് കാണിക്കുന്നു. ഓക്കെ, അടുത്തത് ബൈറ്റിംഗ് നെയിൽ. നേരത്തെ പറഞ്ഞു സ്ട്രെസ് അല്ലെങ്കിൽ നെർവസ്നെസ് ആണ് കാണിക്കുന്നത്, അത്ര കോൺഫിഡന്റ് അല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഹാൻഡ് ഓൺ ചീക്ക്, ഇങ്ങനെ ലോസ്റ്റ് ഇൻ തോട്ട്, ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ വേറെന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. ഓക്കെ, ഹെഡ്സ് ഇൻ ഹാൻഡ്സ്, ദാറ്റ് ഈസ് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തോ വലിയ ഒരു പ്രശ്നത്തിലൂടെ അവരുടെ ഉള്ളിൽ എന്തോ വലിയ ഡിസ്ട്രസ്, പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ട്രബിൾ എന്നുള്ളതാണ് അതിൽ നിന്ന് കാണിക്കുന്നത്. ഓക്കെ, നേരത്തെ കാണിച്ചു ഡോമിനൻസിന്റെ സ്റ്റാൻസ് ആണ്. കൈ എളിയിൽ ഇങ്ങനെ കൊടുത്ത് കാല് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നത് ഡോമിനൻസ് ആ കാണിക്കുന്നത്. മറ്റേ ആ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ആളിനെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റർ ആണത്. ഓക്കെ, പ്യൂപ്പിൾസ് ഡയലേറ്റിംഗ്, കണ്ണിന്റെ പ്യൂപ്പിൾസ് അതൊക്കെ അത്ര അടുത്ത് നിന്നെങ്കിൽ മാത്രമേ ഉള്ളൂ, ഷോസ് ഇൻട്രസ്റ്റ്. ഓക്കെ, നൗ ട്വിസ്റ്റഡ് സ്മൈൽ, ഒരു സൈഡിലേക്ക് ഇങ്ങനെയൊക്കെ ചിരിക്കുന്നതിനാണ് സർക്കാസ്റ്റിക് അല്ലെങ്കിൽ മിക്സ്ഡ് ഫീലിങ്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ലാബിൽ നിങ്ങൾ ആ ഒരു ആക്ടിവിറ്റി ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ യു വുഡ് ഹാവ് സീൻ ദെയർ. ഓക്കെ, ലാഫ്റ്റർ, ചിരിക്കുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത് ചിരിക്കാൻ പറ്റും. ലാഫ്റ്റർ എന്ന് പറയുന്നത് സൗണ്ട് ഉള്ള ചിരിക്കാണ് ലാഫ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഷോസ് എ റിലാക്സ്ഡ് ആൻഡ് എ ഗുഡ് ഹ്യൂമർ അറ്റ്മോസ്ഫിയർ ആണ് കാണിക്കുന്നത്. നോഡിങ് ഹെഡ് ഷോസ് എഗ്രിമെന്റ്, ശരി, ഐ എഗ്രി എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇയർ പുള്ളിങ്, ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ സംസാരിക്കുന്നതിനിടെ ഐ എം നോട്ട് ഏബിൾ ടു ഡിസൈഡ്, ഇൻഡിസിഷൻ. കള്ളത്തരത്തിന് മൂക്ക് ഇങ്ങനെ തൊടുന്നതിന് മൂക്ക് കള്ളത്തരാണ് എന്ന് കാണിക്കുന്നത്. ഓക്കെ, ഹഞ്ച്ഡ് ഷോൾഡർ, അതായത് ഈ ഷോൾഡറിനെ ഇങ്ങനെ
ഇരിക്കുന്നത് shows dejection. Dejection means we are not happy. നമ്മുടെ മനസ്സ് അത്ര തൃപ്തികരമായിട്ടുള്ള ഒരു മനസ്സല്ല നമുക്കുള്ളത്. ഓക്കെ, റിലാക്സ്ഡ് ഷോൾഡർ ചുമ്മാ ബാക്ക് ഇങ്ങനെ അങ്ങ് കിടക്കുന്നതിന് ഷോസ് കോൺഫിഡൻസ്. ഓക്കെ, അടുത്തത് ചിൻ അപ്പ്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഷോസ് പ്രൈഡ് ആൻഡ് കോൺഫിഡൻസ്. ഓക്കെ, ഒന്നെങ്കിൽ നമ്മൾ പ്രൗഡാണ്, അതല്ലെങ്കിൽ കോൺഫിഡൻറ്റ് ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, സ്റ്റീപ്ലിംഗ് ഫിംഗർ ടിപ്സ് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷോസ് തോട്ട്ഫുൾനെസ്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുകയാണ്, ഓർ വി ആർ ഷോയിങ് ദാറ്റ് വി ഹാവ് കൺട്രോൾ ഓവർ ദ സിറ്റുവേഷൻ. ഞാനാണ് കൺട്രോൾ ചെയ്യുന്നത് സിറ്റുവേഷനെ എന്ന് കാണിക്കുന്നതാണ് ഇത്. ഓക്കെ, സ്ട്രോക്കിംഗ് ദ ചിൻ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുക. ഇറ്റ് ഷോസ് ഡീപ്പ് ഇൻ തോട്ട്, നമ്മൾ എന്തിനെയോ കുറിച്ച് അങ്ങ് ആഴമായിട്ട് ചിന്തിക്കുകയാണ്. ഓക്കെ, ക്രോസ്ഡ് ലെഗ് നേരത്തെ പറഞ്ഞു, കാല് വെച്ചാണ് ഇരിക്കുന്നോ അല്ലെങ്കിൽ കാല് ക്രോസ് ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ ഇറ്റ് ഷോസ് ദാറ്റ് വി ഡു നോട്ട് ട്രസ്റ്റ് ദ പേഴ്സൺ. ഫ്രണ്ടിൽ നിൽക്കുന്ന ആളിനെ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന വ്യക്തിയെ നമ്മൾ അത്ര ട്രസ്റ്റ് ചെയ്യുന്നില്ല, ഇച്ചിരി ഡിഫെൻസീവ് ആണ്, നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ചിന്തയാണ് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, ലോക്ക്ഡ് ആങ്കിൾ ബൈ സിറ്റിംഗ്, ഇരിക്കുമ്പോൾ കാല് കെട്ടി ആണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ഇറ്റ് ഷോസ് ഡിഫെൻസീവ്നെസ്. ഓക്കെ, ഡിഫെൻസീവ്നെസ് മീൻസ് അഗെയിൻ ആള് മുമ്പിൽ ഇരിക്കുന്ന ആളിനെ നമുക്ക് അത്ര ട്രസ്റ്റ് പോരാന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, സ്റ്റാൻഡിങ് ഇൻ അറ്റൻഷൻ, നേരെ നിൽക്കുക, കൈയൊക്കെ കാലൊക്കെ നേരെ വെച്ച് നിൽക്കുന്നതാണെങ്കിൽ റെസ്പെക്റ്റ് ആണ് അതിൽ നിന്നും നമ്മൾ വായിക്കുന്നത്. ഹാൻഡ്സ് ക്ലോസ്ഡ് ബിഹൈൻഡ് ഹെഡ് വെൻ സിറ്റിംഗ്, ഇങ്ങനെ ഇരിക്കുന്നതിനാണ് ഹാൻഡ്സ് ക്ലോസ്ഡ് ബിഹൈൻഡ് ഹെഡ് വെൻ സിറ്റിംഗ്. ഇറ്റ് ഷോസ് പവർ, അതോറിറ്റേറ്റീവ് ആയിട്ട് ഒരു ബോസിന്റെ ആറ്റിറ്റ്യൂഡാണ് അതവിടെ കാണിക്കുന്നത്. ബോത്ത് പാംസ് ഓപ്പൺ ഫേസിങ് അപ്വേർഡ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നത്, നമ്മുടെ ചെയറിലോ എന്തേലോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ രീതിയിലാണ്. ഇറ്റ് ഷോസ് ഇന്നസെൻസ് ആൻഡ് സബ്മിഷൻ, നമ്മൾ ഓപ്പൺ ആണ്, നമ്മൾ ഒന്നും ഹൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് കാണിക്കുന്നത്. ഓക്കെ, ടാപ്പിംഗ് ഫിംഗേഴ്സ് പറഞ്ഞാൽ ഇങ്ങനെ ഡെസ്കെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ് ഷോസ് ഇംപേഷ്യൻസ്, മതിയായി എന്നുള്ളതാണ് കാണിക്കുന്നത്. സിറ്റിംഗ് വിത്ത് ലെഗ്സ് സ്ലൈറ്റ്ലി അപ്പാർട്ട്, നമ്മൾ ഇരിക്കുമ്പോൾ അങ്ങ് അറ്റൻഷൻ ആയിട്ടല്ല ഇരിക്കുന്നത്, സ്ലൈറ്റ്ലി അപ്പാർട്ടായിട്ട് റിലാക്സ്ഡ് ആയിട്ടായിരിക്കുന്നെങ്കിൽ ഇറ്റ് ഷോസ് ദാറ്റ് വി ആർ റിലാക്സ്, കംഫർട്ടബിൾ ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, റബ്ബിംഗ് ഓർ ടച്ചിങ് നോസ്, ഇറ്റ് ഷോസ് ഡിസ്ബിലീഫ്. ഐ ഡോണ്ട് ബിലീവ് ദിസ് എന്ന് വെച്ചാൽ അത്ര പോരാ, നമ്മളാ സംസാരിക്കുന്നെങ്കിൽ ഇറ്റ് ഷോസ് നമ്മൾ എന്തോ കള്ളത്തരം ചിന്തിക്കുകയാണ്. ഓക്കെ, now with this I am ending today's session. Okay, now in the next lab class I will be starting study skills. ഈ particular topic വെച്ചിട്ട് ആദ്യത്തെ സെക്ഷൻ കമ്മ്യൂണിക്കേഷൻ, ബോത്ത് എന്തുവാ written as well as verbal as well as non verbal, ഈ രണ്ട് കമ്മ്യൂണിക്കേഷൻ സെക്ഷൻസും ആണ് ആദ്യം ഇപ്പൊ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി I will be going to study skills. ഓക്കെ, ഇതിനോടൊപ്പം തന്നെ ഈ സ്റ്റഡി സ്കിൽസിന്റെ സെക്ഷനോടൊപ്പം തന്നെ I want you to start on your group discussion and your presentation. Okay, പ്രസന്റേഷന്റെ ടോപ്പിക് ഞാൻ നിങ്ങൾക്ക് തരാം. I want you to divide yourself. നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ 67 വരെ ഉള്ള സ്റ്റുഡൻസ് നമ്പർ ആണ്, റോൾ നമ്പർ ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, I will send you your group list. ഓക്കെ, നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പ്സ് ഏതാണ് എന്നുള്ളത് കൊടുക്കും. ഒരു ഗ്രൂപ്പിൽ 6 പേര് വെച്ച്, okay, 6 or 7 depending on how I can divide your numbers, 6 or 7 അങ്ങനെ 10 അല്ലെങ്കിൽ 11 ഗ്രൂപ്പ് ആയിട്ട് ഞാൻ നിങ്ങളെ ഡിവൈഡ് ചെയ്യും. What I want you to do after this, ഇത്രയും ഈ സെഷൻ നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് I want you to contact the rest of your group members. Okay, contact the rest of your group members. Tell me who is the group leader. ഓരോ ഗ്രൂപ്പിനും ആരാണ് ഗ്രൂപ്പ് ലീഡർ എന്നുള്ളത് പറയാ. നിങ്ങൾക്ക് ഏത് ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് താല്പര്യം എന്ന് പറയാം. Now, ഗ്രൂപ്പ് ഡിസ്കഷന്റെ ടോപ്പിക് കറണ്ട് ഇവന്റ്സിലും
എഞ്ചിനീയറിംഗിന് റെലവൻ്റ് ആയിട്ടുള്ളതോ ഒന്നുകിൽ കറണ്ട് ഇവന്റ്സ്, no contradictory topics. Okay, so don't tell me that you want to talk about the policies of the government. No, that's not a topic that we will discuss. Okay, general aayittulla non-contradictory topics you can select, or topics which are relevant to the society or for engineering and society. Okay, ഈ 3 ടോപ്പിക്സ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾ എന്നിട്ട് ഓരോ ഗ്രൂപ്പിന്റെ ലീഡർ ആ ടോപ്പിക്ക് എനിക്ക് അയച്ചു തരും. അത് ഞാൻ അപ്രൂവ് ചെയ്തതിന് ശേഷം ഐ വിൽ ഷെയർ എ ഷീറ്റ്. ഓക്കെ, ഞാനൊരു ഷീറ്റ് ഷെയർ ചെയ്യാം. അപ്പൊ ആ ഗ്രൂപ്പിൽ ലീഡർ ആരാണ് എന്ന് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എഴുതാനായിട്ട് പറ്റും. ചൂസ് യുവർ ലീഡർ ആൻഡ് ചൂസ് യുവർ ടോപ്പിക്. അടുത്ത ലാബ് ക്ലാസ്സിന് മുമ്പായിട്ട് ആ ഷീറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് അയച്ചു തരണം. ഓക്കെ, അയച്ചു തരേണ്ട ആവശ്യമില്ല. ഐ എം ഷെയറിംഗ് ദ ഷീറ്റ്. അതിൻ്റെ അകത്ത് ഡേറ്റ ഫിൽ ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി എനിക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, നോ ചേഞ്ചിങ് ഓഫ് ഗ്രൂപ്പ്സ്. ഗ്രൂപ്പ് ഞാൻ ഫിക്സ് ചെയ്യുന്നത്, ആരും ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട. ഓക്കെ, യു കെൻ ചൂസ് ദ ലീഡർ ഇൻ യുവർ ഗ്രൂപ്പ് ആൻഡ് യു കെൻ ചൂസ് യുവർ ടോപ്പിക് ബൈ ഡിസ്കസിങ് വിത്ത് ഈച്ച് അവർ. ഓക്കെ, നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എല്ലാവരുടെയും നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് അല്ലാതെ സ്റ്റുഡൻസ് മാത്രമുള്ള ഗ്രൂപ്പ് ഉണ്ട്. സോ അതിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഇത് ഫൈനലൈസ് ചെയ്യും. I hope you have understood today's lesson. I'm not giving any other activities for this class. You are free to speak to your group and decide on your topic after you've listened to this lesson. Thank you very much. Any doubts, feel free to contact.